പോവില്ലേ സാറിന്. കാരണം അത് കേരളത്തിൽ നിന്നുള്ളതുകൊണ്ടാണ്. കേരളത്തിലെ ഞണ്ടിന്റെ ഒരു പ്രത്യേകതയോ അന്ന് പോവില്ലേ? അല്ല സാർ, പോവാത്തത് കൊണ്ടല്ല. ഏതെങ്കിലും ഒരു ഞണ്ട് പോകണം എന്ന് വിചാരിച്ച് കാലോ കയ്യോ ഒന്ന് ഉയർത്തിയാൽ താഴെയുള്ളവൻ അവനെ പിടിച്ചിട്ട് പറയും, ഞാനോ നന്നാവില്ല, നീയും നന്നാവില്ല. ഈ കോലത്തിലുള്ളവർക്ക് എങ്ങനെ നന്നാക്കാൻ? അല്ല, അതുകൊണ്ടാണ് മിക്കവാറും ഭാര്യമാരൊക്കെ പറയുന്നത്, ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സ്വാമി, ഈ മനുഷ്യനെ കെട്ടിയതിന് ശേഷം എങ്ങനെയായി പോയത്. അതിന്റെ അർത്ഥം വലിയൊരു ഞണ്ടാണ് ആ മനുഷ്യന് മനസ്സിലായില്ലേ. ഞാൻ എത്രയോ നല്ലൊരു വ്യക്തിയായിരുന്നു, നല്ല ഹാപ്പി ആയിട്ട്, വളരെ ചിയർഫുൾ ആയിട്ട്, വളരെ എൻജോയ് ചെയ്ത് ജീവിച്ച ഒരാളാണ്. ഈ മനുഷ്യന്റെ കൂടെ കൂടിയിട്ട് എന്റെ എല്ലാ സുഖങ്ങളും പോയി. അങ്ങനെ പറയുന്ന എത്രയോ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം അത് നിങ്ങൾക്കേ അറിയില്ല സത്യം. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തില് നമ്മളൊരു ഞണ്ടായി മാറരുത്. അതിനു പകരം നമ്മളെയും ഉയർത്തണം, മറ്റുള്ളവരെയും ഉയർത്തണം. നോക്കൂ, നിങ്ങൾ ഗീതയൊക്കെ വായിക്കുമ്പോഴല്ലോ, സത്യത്തിൽ ഗീതയിലെ കൃഷ്ണൻ ഒരു ഈ തരം കാഴ്ചപ്പാടുകളാണ് വെച്ചിരിക്കുന്നത്. ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ശ്ലോകം ഏതാണെന്ന് അറിയാം? ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രസിദ്ധമായൊരു ശ്ലോകം, ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം മറക്കരുത്. 6-ാം അധ്യായത്തിൽ 5 ഇത്രയുള്ളൂ. അതിൽ പറയുന്നത്, ഉദ്ധരേത് ആത്മനാത്മാനം എന്ന ആത്മാനം അവസാദേ. ഞാൻ പറയുന്നത് 5000 വർഷം മുമ്പുള്ള ഭാഷ സംസ്കൃതം ആയതുകൊണ്ട് അന്ന് കൃഷ്ണൻ സംസ്കൃതത്തിൽ പറഞ്ഞു. ഒരുപക്ഷെ ഇന്നായിരുന്നു കൃഷ്ണൻ പറയുന്നെങ്കിൽ മലയാളത്തിൽ പറയുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, ഉദ്ധരേത് ആത്മനാത്മാനം, ആദ്യം അവനവനെ ഉയർത്തണം. ആത്മാനം അവസാദേ, അവനവരെ ഒരിക്കലും താഴ്ത്തരുത്. എന്ന് പറഞ്ഞാൽ അവനവൻ മോശക്കാരനാണെന്ന് അവനവനോട് പറയരുത്. നമ്മളെ തന്നെ താഴ്ത്തുന്ന ചിന്തകള്, എനിക്ക് വയ്യ, എനിക്ക് കഴിവില്ല, എനിക്ക് സാധിക്കില്ല എന്ന് നമ്മൾ ഇങ്ങനെ പറയരുത്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഈ അവനവനെ താഴ്ത്തുന്ന ചിന്തകൾ ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് മൻമോഹൻ സിംഗ് ആരും അല്ലാതെ ഇപ്പോഴത്. അവനവനെ ഉയർത്തിയത് കൊണ്ടാണ് ഇന്ന് നരേന്ദ്രമോദി ഇവിടെ എത്തിയത്. മനസ്സിലായില്ലേ? We can do that. ഇതിങ്ങനെ അദ്ദേഹം പറഞ്ഞ് I can do that. ഇന്നിപ്പോ അദ്ദേഹം ടോപ്പിലെത്തി. മൻമോഹൻ സിംഗിനോട് ഇതേ കാര്യം ചോദിച്ചാൽ പറയും, no one can do this. അവസാനം അയാൾ എങ്ങും അല്ലാതെ. Are you getting the point? ആ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ ഇത്ര അധപ്പതിപ്പിച്ചു പോയത്. അവരുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ആ പാർട്ടിയുടെ കുഴപ്പമല്ലത്, ആണോ? BJP എന്ന് പറയുന്ന ഒരു പാർട്ടി ഇത്ര ടോപ്പിലെത്തിയതിന്റെ കാരണം തന്നെ ഒരുപക്ഷെ BJPയുടെ മഹത്വമല്ല, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയിലെ പോസിറ്റീവ് എനർജിയും അദ്ദേഹം കൊടുത്ത പോസിറ്റീവ് എനർജിയാണ്, ആണോ? അത് വളരെ സിൻസിയറായി പലരും എടുത്തു. അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് പോലും നോക്കിയില്ല. ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. അപ്പൊ നമ്മളിലൊക്കെ അങ്ങനെ ഒരു മോഡി ഉണ്ട്, നമ്മളിലൊക്കെ ഒരു എനർജി ഉണ്ട്. ആ എനർജി കൊണ്ട് നമ്മളെ ഉയർത്തണം. എനിക്ക് തോന്നുന്നു ഗീതയിലെ ഈ ശ്ലോകം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ആവശ്യമാണ്. കാരണം സെൽഫ് റെസ്പെക്ട്, ഇഫ് യു റെസ്പെക്ട് യുവർ സെൽഫ്, then only you can give respect to others, ആണോ? ഇനി നിങ്ങൾക്ക് ബൈബിളിലും ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് കാണാം. ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് എന്താണ് സ്റ്റേറ്റ്മെന്റ്? പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. നിങ്ങൾ അതിനർത്ഥം നമ്മൾ വേറെ എടുക്കണമെന്ന് മാത്രം. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് തോട്ട് ഉണ്ടെങ്കിലേ നിങ്ങൾ മറ്റൊരാളെ കല്ലെറിയാതിരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ കല്ലെറിയുന്നത് നിങ്ങൾ റോസ് ആയിരിക്കും കൊടുക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ കല്ലാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതും കല്ലായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ റോസ് ആണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതും റോസ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? എല്ലാ കൃതികളിലും ഇത്തരം പോസിറ്റീവ് തോട്ട്സുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രേമം, കൊടുക്കുന്ന വാക്കുകൾ നല്ല ഊർജ്ജമുള്ള വാക്കാണ്. അപ്പൊ അതിനെന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പ്രേമം നിറയ്ക്കണം. അതിനാണ് ധ്യാനം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നത്. ഒരു കുറച്ചു നേരം രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇരുന്ന് മനസ്സിൽ ഇത്രയും നല്ല ചിന്തകൾ പറഞ്ഞാൽ മതി. I am okay, I am balanced and I am very positive, I am very constructive, I can accommodate. ഇതിങ്ങനെ നമ്മൾ കുറെ പോസിറ്റീവ് വേർഡ്സ് പറയുമ്പോഴല്ലോ, ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ മൈൻഡിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഏത് നല്ലതായാലും ചീത്തതായാലും കണ്ടിന്യൂസ്ലി കൊടുക്കും തോറും അത് അബ്സോർബ് ചെയ്യും. കണ്ടിന്യൂസ്ലി കൊടുക്കണം, അത് അബ്സോർബ് ചെയ്യും. എന്ന് മാത്രമല്ല, അത് റെക്കോർഡ് ചെയ്യും, അത് റിമെമ്പർ ചെയ്യും, അത് റിമൈൻഡ് ചെയ്യും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്, ധ്യാനം എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ നമ്മളോട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയലാണ്. ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ കുറെ കഴിഞ്ഞാൽ
ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോഴല്ലോ അത് റിമൈൻഡ് ചെയ്യും. ഇപ്പൊ ജീസസിനെ ക്രൂസിഫൈ ചെയ്യുന്ന സമയത്ത് ജീസസ് കരയല്ല ചെയ്യുന്നത്, അദ്ദേഹം പ്രയർ ആണ് ചൊല്ലുന്നത്. ആ പ്രയർ ചൊല്ലാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ പ്രയർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ആ സമയത്ത് ഒരു പെയിൻഫുൾ ഘട്ടത്തില് അദ്ദേഹത്തിന് ആ പ്രയർ റിമൈൻഡ് ചെയ്യാണ്. ആണോ? അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതല്ല. നത്തിങ് കംസ് ഓട്ടോമാറ്റിക്കലി, നത്തിങ് കംസ് ആക്സിഡന്റലി. വാട്ട് എവർ കംസ് ഇറ്റ് ഹാസ് ടു കം ഇഫ് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്. ഏത് കാര്യം നിങ്ങൾ ബാങ്കിൽ പോയിട്ട് വെറുതെ ചെക്ക് എഴുതി കൊടുത്താൽ പണം കിട്ടില്ല. യു ഹാവ് ടു ഡെപ്പോസിറ്റ് ഏർലിയർ. ആണോ അല്ലയോ? ഇതുപോലെയാണ് ഇപ്പൊ ഗീതയിൽ തന്നെ, ഭഗവത്ഗീതയില് അർജുനൻ യുദ്ധക്കളത്തിൽ വരുമ്പോൾ വളരെ പാനിക്കായി മാറി. ഗീതോപദേശമൊക്കെ കേട്ട് അതും 18 അധ്യായമാണ് ഗീതയില്. ഈ 18 അധ്യായം എന്തിനാ പറഞ്ഞത്? കോൺസ്റ്റന്റ് ആയിട്ട് അർജുനന്റെ മനസ്സിനെ മാറ്റി ഇന്നത്തെ കൗൺസിലിംഗ് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ കൗൺസിലിംഗിലൂടെ അർജുനന്റെ മനസ്സിനെ മാറ്റിയപ്പോ 18ാമത്തെ അധ്യായത്തിൽ അർജുനൻ പറയുന്നത് now I am okay Krishna, I can do my work. അപ്പൊ അർജുനന്റെ earlier മനസ്സ് was so negative. After constantly listening to Krishna, now his mind is so പോസിറ്റീവ്. അപ്പൊ ഒരു കൗൺസിലിംഗ് ഉണ്ടെങ്കിൽ, അതായത് മനസ്സിന്റെ നെഗറ്റീവ് മാറണമെങ്കിൽ ഒരു പോസിറ്റീവ് രജിസ്ട്രേഷൻ അവിടെ ആവശ്യമാണ്. പക്ഷെ നമ്മുടെ എല്ലാ കൗൺസിലിംഗും അതുപോലെ ആവണമെന്നില്ല. അതുകൊണ്ടാണ് മിക്കവാറും ഇപ്പൊ കൗൺസിലിംഗ് സെന്റർ പോലെ അപകടമായി മാറുന്നത്. ഒരു ഭാര്യയ്ക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരാളുടെ ഭാര്യ ഒറ്റ പ്രശ്നമുള്ളൂ, ഒരു വർത്തമാനം പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിലത്ത് തുപ്പുക. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് ഭാഗ്യം. ഒരു തുപ്പ്. എവിടുന്നാ വരുന്ന? ഡാലസ്. ഒരു തുപ്പ്. ഭർത്താവ് പറഞ്ഞു, ഭാർഗവി ഈ സ്വഭാവം മാറ്റണം, കാരണം ഒരാളുടെ അടുത്തേക്ക് ഇപ്പൊ നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, ഈ തുപ്പൽ എന്താ നിനക്ക്? ഭാര്യ പറഞ്ഞു, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യല്ല ചേട്ടാ, അത് നാച്ചുറൽ ആയിട്ട് വരികയാണ്. കൗൺസിലിങ്ങിലൊക്കെ കൊണ്ടുപോയി കൗൺസിലിംഗ് ഒരു 3 മാസം തറവായിട്ട് കൊടുത്തു. അവസാനം തുപ്പൽ നിന്നു. ഭർത്താവ് വിചാരിച്ചു ഭാർഗവി നന്നായി എന്നുള്ളത്. ഒരു 3 മാസം കഴിഞ്ഞ ഭാർഗവിയും കൊണ്ടൊരു വീട്ടിൽ ചെന്നു. ആരെ ചോദിച്ചു എന്തൊക്കെയാ വിശേഷം എന്ന്. പേര് ചോദിച്ചപ്പോ ഭാർഗവി എന്ന് പറഞ്ഞതും അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ടാ തുപ്പുന്നത്. ഭർത്താവ് ആകെ പാനിക്കായി. ഭർത്താവ് പറഞ്ഞു, എന്റെ ഭാർഗവി പണ്ട് നീ നിലത്തേ തുപ്പാറുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ നീ മുഖത്ത് തുപ്പാൻ തുടങ്ങിയെന്ന്. അപ്പൊ പറയണ കൗൺസിലിംഗിന് ശേഷം എനിക്ക് നാണം പോയി കിട്ടിയെന്ന്. ഇപ്പൊ എവിടെ വേണമെങ്കിലും അതായത് ഒന്നുകൂടി വേസ്റ്റായി. മനസ്സിലാവേണ്ടത് നീക്ക്. അപ്പൊ ചില സമയത്തുണ്ടല്ലോ നമ്മൾ വേറെ ആരെ കൊണ്ടെങ്കിലും കൗൺസിൽ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അനുഭവം വേസ്റ്റ് ആവും. പലരും അങ്ങനെ നെഗറ്റീവായി മാറുന്നവരുണ്ട്. അതിന് പകരം നമ്മളെ തന്നെ കൗൺസിലിംഗ് ചെയ്യും. സ്വയം കൗൺസിലിംഗ് ചെയ്യുന്നതിന്റെ പേരാണ് മെഡിറ്റേഷൻ. ഇപ്പൊ രാവിലെ കുറച്ചു നേരം നമ്മളത് പരിശീലിച്ചെടുക്കണം. അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. അപ്പൊ ഇതാണ് പ്രയോഗം. രണ്ടാമത്തത് മൈത്രി എന്ന് പറയണം. എന്താണ് മൈത്രി? മൈത്രി എന്ന വാക്കിന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സപ്പോർട്ട് എന്നാണ് അർത്ഥം. മറ്റൊരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ, സപ്പോർട്ട് ചെയ്യാന്ന് പറയാൻ എന്താ അർത്ഥം? ഏത് കാര്യത്തിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾ അമേരിക്കയിലുള്ളവരോട് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇവിടെ നാട്ടിലേക്കാളും കുറച്ചുകൂടി സ്നേഹബന്ധങ്ങളൊക്കെ കൂടുന്നതിന് കാരണം, പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കാണിച്ചു കൊടുക്കേണ്ടതാണ്. അതായത് ഭർത്താവ് ഭാര്യയെ ഹെൽപ്പ് ചെയ്യണം എല്ലാ കാര്യത്തിലും. ഈ ഹെൽപ്പിംഗ് ഉണ്ടല്ലോ, ഒന്ന് ഒബ്ലിഗേഷൻ, ഡ്യൂട്ടി എന്നുള്ള നിലയ്ക്ക് ചെയ്യാം. രണ്ടൊരു റിലാക്സ്ഡ് മൈൻഡിലും ചെയ്യാം, ഹാപ്പി ആയിട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സപ്പോർട്ട്, ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഒരു ബൗണ്ടിങ്, അത് ഒന്നുകൂടി കൂടുമോ അതോ കുറയുമോ? ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തില് നിങ്ങൾക്ക് സീരിയലുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെയാണ് ഭാര്യയും ഭർത്താവെങ്കിലും സ്നേഹിക്കുന്നത് അപ്പുറത്തുള്ള വീട്ടിലാണ്. കാരണം നമ്മുടെ സ്നേഹബന്ധങ്ങളൊക്കെ പണ്ടത്തതിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭർത്താവിന്റെ കൂടെ കടക്കുന്നു, മറ്റൊരു ഭർത്താവിനെ സ്നേഹിക്കുന്നു. ആ ഒരു തലത്തിലേക്കൊക്കെ ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളിൽ നിന്നും വേണ്ടത്ര കെയറിങ്ങും സപ്പോർട്ടും കിട്ടാതെ വരുന്നു, മറ്റൊരാളിൽ നിന്ന് അതെല്ലാം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ കൂടുതലാണത്. അപ്പൊ ഇവിടെ പിന്നെ ഒരു കാര്യമായിട്ട് തുറന്നു പറയുക വേണ്ട. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒന്ന് രഹസ്യമായിട്ട് വെച്ച ഒരു ദിവസം ബോംബ് പോലെ പൊട്ടുമ്പോഴാണ് നിങ്ങൾ പത്രത്തിലൂടെയൊക്കെ വാർത്തകളൊക്കെ അറിയുന്നത്. കാരണം അവിടുത്തെ നാട്ടിലെ സ്വന്തം അനുസരിച്ച് ഇതൊന്നും ആരോടും പറയാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ അടക്കി വെക്കും. ഇവിടെ പിന്നെ പറയും, ഐ ഡോണ്ട് കെയർ, ഇഫ് യു വാണ്ട് ഗോ യു ക്യാൻ ഗോ, ഐ വിൽ ഗോ വിത്ത് മൈ ഓൺ വേ. നോ, ആ ഒരു കാര്യത്തിൽ ഓപ്പൺനെസ് ഉണ്ട്. ഒരു കാര്യം അമേരിക്കയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ആ ഓപ്പൺനെസ് ആണ്, അല്ലെ? നാട്ടിലെ ഓപ്പൺനെസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും പല അപകടങ്ങളും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ സപ്പോർട്ടിങ് ഇല്ലാത്തത് കൊണ്ട് എവിടെ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ അവിടേക്ക് ഒരു മൈൻഡ് അട്രാക്റ്റഡ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് സ്നേഹത്തിന്റെ രണ്ടാമത്തെ ഒരു തലമാണ് മറ്റൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ നമ്മള് പലപ്പോഴും നമ്മുടെ സ്നേഹം എന്ന് പറയുന്നുണ്ടല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാറ്റിയിട്ട്
മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, അത് വരുമ്പോഴാണ് ആ സ്നേഹത്തിന് ഒന്നുകൂടി കരുത്ത് കിട്ടുന്നത്. ആണോ അല്ലയോ? ഈ രീതിയിൽ നമ്മൾ മനസ്സിനെ മാറ്റിയെടുക്കുമ്പോൾ നമ്മുടെ സർവീസ്